സുഗു, അങ്ങ് 15 വർഷം മുമ്പ് പാർട്ടി ഭാരവാഹിത്വം വഹിച്ച ആളാണ് എന്നാണ് ടി.പി. രാമകൃഷ്ണൻ എന്ന് പറഞ്ഞത്. എന്താണ് യാഥാർത്ഥ്യം? അത് അദ്ദേഹത്തിന് തെറ്റായി കിട്ടിയൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ തൊട്ട സമ്മേളനമുണ്ട്, CPM-ന്റെ സമ്മേളനങ്ങൾ 3 വർഷം കൂടുമ്പോഴാണ് നടക്കല്. ഇപ്പൊ നടക്കുന്ന സമ്മേളനത്തിന്റെ തൊട്ട മുമ്പുള്ള സമ്മേളനം വരെ ഞാൻ CPM-ന്റെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമാണ്. 2015 മുതൽ 2020 വരെ ഞാൻ വഴിക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. 2015 വരെ 2007 മുതൽ 2015 വരെ ഞാൻ CPM-ന്റെ മരുത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പൊ 14 വർഷം മുമ്പ് ഞാൻ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതാന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. സുഗു, അങ്ങ് ഇന്നലെ സ്വാഗത പ്രസംഗത്തിൽ പറയാത്തൊരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അങ്ങ് പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നത്? എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ, ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു വരുമാന മാർഗം അങ്ങനെ ഉണ്ടാക്കി അതിക്ക് തിരിയണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പുതുക്കാറുണ്ട്. അത് ഞാൻ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളത് 6 മാസം മുമ്പ് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് TP ജോർജ് ഏട്ടനോട് ഉൾപ്പെടെ പറഞ്ഞ്, അങ്ങനെയാണ് ഞാൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ജോർജ് ഏട്ടൻ അന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആള് രണ്ടാമത് മത്സരരംഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പാർട്ടി ആളുകൾ അത് ഒരു വിഷമായിട്ട് മാറും. അങ്ങനെയാണ് ഞാൻ സജീവമായി തെരഞ്ഞെടുപ്പ്, ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഞാൻ CPM-ന്റെ വഴിക്കടവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. സുഗു, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ PV അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണോ, അതല്ല അൻവർ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് പിന്തുണയ്ക്കുന്നതാണോ? അല്ല, നേരത്തെ തോന്നിയ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ടൊക്കെ നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ സാമാന്യമായി ഒരു നീതി ലഭിക്കുന്ന അവസ്ഥ പല ഭാഗത്തുനിന്നും പല ആളുകളും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സുഗു, E.A. മോഹൻദാസിനെതിരെ അൻവർ ഉന്നയിക്കുന്ന ആരോപണമുണ്ടല്ലോ, അദ്ദേഹം RSS മെന്റാലിറ്റി ഉള്ള ആളാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു ഇടതുപക്ഷ മനസ്സ് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. അങ്ങനെ പൂർണ്ണമായി പാർട്ടിയെ തള്ളി പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ. എന്റെ പാർട്ടി അൻവറിനോട് നീതി കാണിച്ചില്ല. ഒരു 8 വർഷം അദ്ദേഹത്തെ ഉപയോഗിക്കാവുന്നിടത്തൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ പുറംകാലിട്ട് അടിച്ച് പുറത്താക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്നുള്ളൊരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അൻവറിന്റെ കൂടെ നിന്നിട്ടുള്ളത്. സുഗു, പക്ഷേ അൻവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി RSS ബന്ധമുണ്ട്. ADGP-യെ ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ സംരക്ഷിക്കുന്നു. ഏറ്റവും കടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് BJP നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് പോലും ആരോപിക്കുന്നു. ഈ ആരോപണമൊന്നും സുഗു പങ്കുവയ്ക്കുന്നില്ല? അല്ല, അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സർക്കാർ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയിലൊക്കെ തെളിഞ്ഞു വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ സുഗു, ഇന്നലെ ആ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞതോടുകൂടി അൻവറിന്റെ ആരോപണങ്ങൾ എൻഡോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. എങ്ങനെ? അത് അൻവർ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിച്ചിട്ട് അദ്ദേഹം നടന്നൊരു വിശദീകരണ യോഗത്തിൽ അങ്ങ് സ്വാഗതം പറയുകയാണ്. അതിലൂടെ പാർട്ടി എന്താണ് അങ്ങേപ്പറ്റി മനസ്സിലാക്കുക? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ. അൻവർ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതിൽ ശരിയുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ ശരി തിരുത്തപ്പെടാൻ വേണ്ടി പാർട്ടി അൻവറിനോട് സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്നുള്ളത് എനിക്ക് അഭിപ്രായം. ഞാൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ്. അപ്പോൾ E.A. മോഹൻദാസ് RSS മനസ്സുള്ള ഒരാളാണെന്ന് അൻവർ പറയുമ്പോൾ അതിനെയും താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ? അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല. ഞാനും മോഹൻദാസുമായിട്ട് നേരിട്ട് പരിചയമുള്ള ആളാണ്. RSS-ന്റെ ബന്ധമായിട്ടുണ്ടെന്ന് അൻവറിന്റെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ എനിക്ക് കഴിയില്ലോ. അതായത് മോഹൻദാസിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം അങ്ങേക്കുണ്ടായിട്ടില്ല? ഇല്ല. പാർട്ടി ഞാൻ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് പല സമയത്തും പാർട്ടി ഇടക്കര ഏരിയ കമ്മിറ്റി യോഗത്തിന് സഖാവ് പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊന്നും എനിക്കങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല. അതൊക്കെ അൻവർ തന്നെ പറയേണ്ട കാര്യങ്ങളാണ്.
അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് BJP ബന്ധമുണ്ടെന്നുള്ള അൻവറിന്റെ ആരോപണത്തെ അങ്ങ് പിന്തുണയ്ക്കുന്നില്ല? അതും അത്ര തന്നെ ആ അർത്ഥത്തിൽ തന്നെ എനിക്ക് പറയാൻ വേണ്ടി കഴിയും.